ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നഴ്സറി പോയി വന്നാലോ? നഴ്സറി എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മളൊരു ഫാമിലോട്ടാണ് പോണേ. ചാലക്കുടിയിലുള്ള ഒരു ഫാമാണ് മെർലിൻസ് നഴ്സറി. ഇവിടെ ഞങ്ങൾ റംബൂട്ടാൻ തൈ നോക്കി വന്നതാണേ. വലിയൊരു ഫാമാണ്, വലിയ ഫാം. ഈ ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മംഗോസ്റ്റിൻ ഫാമാണ്. 37 വർഷം വരെ പഴക്കമുള്ള മംഗോസ്റ്റിൻ മരങ്ങളുണ്ടെന്നാണ് അവർ പറയണത്. മംഗോസ്റ്റിൻ മാത്രമല്ല, ജാതി മരങ്ങളുണ്ട്, അതുപോലെ തന്നെ റംബൂട്ടാനുണ്ട്, അതുപോലെ തന്നെ ഫിലോസാൻ മരങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഫാമിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെ റംബൂട്ടാൻ, ഫിലോസാൻ, അതുപോലെ തന്നെ മംഗോസ്റ്റിൻ എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പുറത്തേക്കാളും റേറ്റ് കുറവേ നമുക്ക് ഫാമിൽ നിന്ന് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ റംബൂട്ടാൻ തൈകളും ജാതിയുടെയും അങ്ങനെ എല്ലാത്തിനും തൈകളും അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റംബൂട്ടാനൊക്കെ വിൽക്കാൻ വെച്ചോടെ തന്നെ റംബൂട്ടാൻ്റെ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ 150 രൂപയാണ് ഒരു ബോട്ടിലിന് വരുന്നത്. അച്ചാർ പിന്നെ ഞങ്ങൾ വാങ്ങിയില്ല, ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് തരും. ടേസ്റ്റ് ചെയ്യാൻ തന്നപ്പോൾ എനിക്ക് ഇങ്ങനെ റംബൂട്ടാൻ അങ്ങോട്ട് എരുമ്പുള്ളി അതൊന്നും ഇങ്ങനെ പിടിക്കാത്ത പോലെ ഫീൽ ചെയ്തു. അതെനിക്ക് തോന്നുന്നു ഒന്ന് റംബൂട്ടാനായ കാരണം നമ്മൾ ബാക്കിയുള്ള അച്ചാർ പോലെ എല്ലാം അങ്ങനെ പിടിക്കില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അവരിട്ടിട്ട് അധികം ദിവസമായി ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. എന്തായാലും അച്ചാർ ഞങ്ങൾ എടുത്തില്ല, ജസ്റ്റ് ടേസ്റ്റ് ചെയ്തോളൂ. പിന്നെ ഞങ്ങൾ മംഗോസ്റ്റിൻ മരങ്ങളുടെ ഏരിയയ്ക്കാട്ടോ ഫുൾ പോയത്. അവിടെ മംഗോസ്റ്റിൻ മരം മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ജാതി മരങ്ങളും കൂടി നട്ടിട്ടുണ്ടായിരുന്നേ. ജാതിക്ക് കുറേ ജാതിക്കായകൾ താഴെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ റംബൂട്ടാൻ്റെ മെയിനായിട്ടുള്ള ഏരിയയ്ക്ക് പോയില്ല. ഒന്നാമത്തത് മഴ ചാറി നിൽക്കണ കാരണം ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയില്ല. പിന്നെ ഉള്ളിക്കൂടെ കുറേ നടക്കാനുണ്ടായിരുന്നു. പിന്നെ ജോക്കൊണ്ടും കൂടെയുള്ള കാരണം നമുക്ക് അധികം അങ്ങോട്ട് ചെളിയും മണ്ണിൽ കൂടെ അങ്ങനെ നടക്കാനും പറ്റില്ല, കാരണം അവൻ ഓരോ വട്ടം വെള്ളത്തിൽ ചാടി ചാടി കളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് റംബൂട്ടാനുള്ള കുറച്ച് സൈഡിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഒരു 1-2 പൊട്ടിച്ച് ഞങ്ങൾ കഴിച്ചു. ഏറ്റവും എനിക്ക് ടേസ്റ്റ് തോന്നിയത് മഞ്ഞ റംബൂട്ടാനാട്ടാ, റെഡിനേക്കാളും ടേസ്റ്റ്. പക്ഷെ വലിപ്പം കൂടുതലുള്ളത് റെഡാണ്, മധുരം കൂടുതലുള്ളത് മഞ്ഞയ്ക്കാണ്. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് ഫിലോസാനും റംബൂട്ടാനും പിന്നെ മംഗോസ്റ്റിനെല്ലാം വീട്ടിലോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മെയിനായിട്ട് ഞങ്ങൾ റംബൂട്ടാൻ തൈ വാങ്ങാനായിരുന്നു വന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 2-3 റംബൂട്ടാൻ തൈ വാങ്ങി. റെഡാണ് വാങ്ങിയത്. യെല്ലോയ്ക്കാണ് മധുരം കൂടുതലെങ്കിലും മഞ്ഞ റംബൂട്ടാൻ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3 വർഷം കഴിയുമെന്ന് പറഞ്ഞു അവരുണ്ടാവാനായിട്ട് റംബൂട്ടാൻ. അത് കാരണം ഞങ്ങൾ റെഡാണ് വാങ്ങിയത്. റെഡാവുമ്പോൾ 1 വർഷം കഴിയുമ്പോഴേക്കും റംബൂട്ടാൻ എന്തായാലും നന്നായി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ 500 രൂപയാണ് കേട്ടോ ഒരു തൈക്ക് വന്ന് ഇവിടുന്ന്. അങ്ങനെ റംബൂട്ടാൻ തൈയൊക്കെ വാങ്ങി ഞങ്ങളിതേ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.